ജിമ്മി നോബിയേക്കാൾ നാറി. ജിസ്മോൾ ജീവനൊടുക്കിയത് അമ്മായിയമ്മ പോര് സഹിക്കവയ്യാഞ്ഞ്. കോട്ടയം അയർക്കുന്നത്ത് അഭിഭാഷകയായ ജിസ്മോൾ എന്ന യുവതി പിഞ്ചുമക്കളെയും കുട്ടി ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നിൽ ഭർത്താവായ ജിമ്മിയുടെ നട്ടലില്ലായ്മയും അമ്മായിയമ്മയുടെ സഹോദരിയുടെയും പോര് സഹിക്കവയ്യാഞ്ഞ് എന്ന് വിവരം. തന്റെ മകളുടെയും കൊച്ചുമക്കളുടെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവും കുടുംബക്കാരുമാണെന്ന് കാണിച്ച് പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് ജിസ്മോളുടെ പിതാവ്. മക്കളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും മക്കൾക്ക് നീതി ലഭിക്കുവാൻ ഏതറ്റം വരെ പോകുമെന്നും ജിസ്മോളുടെ അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അവള് ഒരിക്കലും ആത്മഹത്യ ചെയ്യല. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പോകും. ഏത് അറ്റം വരെ പോകും. അതേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ UK നിന്ന് വിളിച്ചവളെ. അപ്പോൾ അവള് വിളിച്ചിട്ട് എടുത്തില്ല. വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന്. വീട്ടിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു. അവിടെ എല്ലാവരുമായിട്ട് ഇവള് കൊച്ചിവിടെ ഓഫീസിലാണ്. ഇവിടെ ഓഫീസിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചത് എന്നാ പിടിച്ചതാ മാനേന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു. കഥകനിട്ട് പിടിച്ചതാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പാ ചേട്ടാ എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. നീ എന്ത് വേണ്ടി പറയാഞ്ഞ് പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്താ. നീ പപ്പായോട് പറഞ്ഞെന്ന് പറഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത്. അതുകൊണ്ട് എനിക്കൊരു കുടുംബം വേണ്ടേ. തന്നെയല്ല അവള് വക്കീലാണ്. അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഏതറ്റം വരെ ഞാൻ നിയമപരമായിട്ട് പോകും. ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കുടുംബങ്ങളല്ലേ എന്നോർത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്കതൊന്നും ഇപ്പം പറയാനുള്ള മൂല്യം. ഭർത്താവ് മർദ്ദിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ. ഇനി എപ്പോഴും ജിസ്മോളുടെ ഭർത്തൃ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുൻപ് ജിസ്മോളെ ഭർത്താവ് മർദ്ദിച്ചിരുന്നുവെന്ന് സഹോദരൻ ജിത്തു പ്രതികരിച്ചു. എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല. ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ, ഞങ്ങളമ്മ ആക്സിഡന്റ് വിളിച്ചപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു. അത് 3 ഇയർ കിടന്നത് ഇതായി. ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് കുളു അവിടെ നോർത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്നാണ്. അളിയനെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത്. ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വരണം അങ്ങനെ എല്ലാം. ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ്. ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചി എന്നോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല. ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ്. എൻ്റെ വൈഫ് ഒരു മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു. അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുവാണ്. പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം. രാവിലെ പള്ളിയിൽ പോയി. അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് ഇട്ടു. അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവരെ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്തായാലും. ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയോട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട്. ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ അമ്മ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തരുന്നുണ്ട്. എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു. പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണമെന്ന് പറയും. ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുപോയി കൊടുത്തു. ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല. എൻ്റെ കസിൻസിന്റെ ഒരു കല്യാണത്തിന് ഞാൻ ചേച്ചിനെ വിളിച്ചോണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന്. വിടത്തില്ല അവര്. ചേച്ചിനെ പിടിച്ചിരിച്ചേക്കുമായിരുന്നു. പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും. എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ 2ാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ്. എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അയക്കണം, എന്നിട്ട് പപ്പായ്ക്ക് കൊടുത്തു വിടണം. എന്നിട്ട് വീട്ടിലൊരു സെർവന്റ് നിൽക്കുന്നുണ്ട്, പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ്.
അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ ഇത് പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിന് വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു. അങ്ങനെ ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എൻ്റെ ഇപ്പോഴും അതിന്റെ വാട്സപ്പ് മെസ്സേജ് കിടപ്പുണ്ട്. ചേച്ചി അത്ര മനംനൊന്നിട്ടാണ് എന്നോട് ചോദിച്ചത്. എന്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്ര മനംനൊന്നിട്ടാണ് എനിക്ക് എന്നാ മെസ്സേജ് അയച്ചത്. കുറെ വർഷങ്ങളായിട്ട് ഈ മാനസിക പീഡനം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് മാനസിക പീഡനം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന്. അതില് മൂത്ത സഹോദരി കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ചു വിട്ടിട്ട് പുള്ളിക്കാരി അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത്. ഈ ചേച്ചിനെ കെട്ടിച്ചു വിട്ട നീർക്കാട്ടിലെ വീട്ടില് പുള്ളിക്കാരിയെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന്റെ അടുത്ത നാൾ തൊട്ട് അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ആണ് ഇതിൽ ഇവരുടെ കുടുംബം നടത്തുന്നതിനും ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട്. പിന്നെ ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ്, ബീന ടീച്ചർ എന്ന് പറഞ്ഞത്. ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ കുത്തുവാക്കും കൊണ്ട് എന്റെ ചേച്ചിനെ നല്ല രീതിയിൽ മനസ്സിട്ടുണ്ട്. എന്റെ അമ്മാവനൊരു തവണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട ഇപ്പൊ സമയം പോക്കുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് മകന്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുമല്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എന്റെ അമ്മാവനോട് ചോദിച്ചത്. പുള്ളിക്കാരി അവര് ചേച്ചിയുടെ പിള്ളേരെ പോലും ഈ സ്ത്രീ മറ്റു മക്കളുടെ പെമ്മക്കടെ മക്കളെയും ഈ പുള്ളിക്കാരി എല്ലാം രണ്ടായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. ഇവരെ തന്നെയാണ് എന്റെ ചേച്ചിനെ ഇതിലോട്ട് കൊണ്ടുപോയിട്ട്. ഭർത്താവായ ജിമ്മി അമ്മ പറയുന്നതല്ലാതെ ഒന്നും കേൾക്കുമായിരുന്നില്ല. അമ്മയായിരുന്നു വീടിന്റെ ഭരണം നടത്തിയിരുന്നത്. ഭർത്താവിന്റെ അമ്മയുടെ സഹോദരിയും ജിസ്മോളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം. ജിസ്മോൾക്ക് ആവശ്യമുള്ള പണമൊന്നും അവർ നൽകിയിരുന്നില്ല. അവരാണ് ജിസ്മോളെയും മക്കളെയും മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും ജിസ്മോളുടെ കുടുംബം ആരോപിക്കുന്നു. ജിമ്മി പറഞ്ഞത് അവിടെ ഒത്തിരി പരിപാടികളുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്ന്. അങ്ങനെ അവനിങ്ങോട്ടും പിന്നെ വിടാറില്ല, അവളെ ഒരു കാര്യത്തിന് പോലും വിടാറില്ല. ഈയിടെ ഞങ്ങളുടെ അപ്പാപ്പൻ മരിച്ചു, അന്നേരവും അവള് വന്നില്ല. അവള് വരാതിരിക്കുകയല്ല, മഴയായതുകൊണ്ട്. അവള് സത്യത്തിൽ അവൾ ആ ഒരു നല്ല കുടുംബശ്രീ ഒരു കുടുംബിനിയായിരുന്നു എന്ന് പറയും. കാരണം അവൾ ഒരിക്കലും ജിമ്മി ഞങ്ങളോടൊന്നും കുറ്റം പറയല, ജിമ്മീനെ ഒരിക്കലും പറയല. പിന്നെയും അമ്മായിമ്മയുടെ ഇത് അവള് ഡയറക്റ്റ് ആയിട്ട് പറയല. എന്നാലും അവള് പറയും അമ്മായിമ്മയുടെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ ഓക്കെ ആയിക്കോളും എന്നുള്ളത് അവള് പറയത്തുള്ളൂ. അവള് ജിമ്മിനെ ഒരിക്കലും കുറ്റം പറയല. പെട്ടെന്ന് ഇത്ര ഒരു പ്രശ്നം അന്തോ അവിടെ മാനസികമായിട്ട് അതറിയണം. അതാണ്. അല്ലെങ്കിൽ അവൾ ഒരിക്കലും അവൾ ആ 2 പിള്ളേരെ വെച്ച് അവൾ അത്രയും അവള് ഹാർഡ് വർക്ക് ചെയ്യാനും അവള് മിടുക്കത്തി ഈ 2 പിള്ളേരെ ആയിട്ട്. നാട്ടുകാര് ഞങ്ങളോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് അവിടെ എന്തോ അപ്പൊ ആ ചാച്ചന്റെ കിട്ടിയപ്പോ നമുക്ക് സഹിക്കാൻ പറ്റിയില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടം പിള്ളേരെ ഒക്കെ നോക്കുന്നത് ചാച്ചനായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 5 വയസ്സ് പ്രായമുള്ള നേഹയെയും 2 വയസ്സുകാരി നോറയെയും കൂട്ടി നീരിക്കാട് സ്വദേശി ജിസ്മോൾ മീനച്ചില്ലാറ്റിൽ ചാടി ജീവനൊടുക്കിയത്. മുത്തോലി പഞ്ചായത്തിലെ മുൻ മെമ്പറും പ്രസിഡന്റുമായിരുന്നു, അഭിഭാഷക കൂടിയായിരുന്ന ജിസ്മോൾ. കടുത്ത കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന് കിട്ടിയ പ്രാഥമിക വിവരം. പക്ഷേ ആത്മഹത്യയിലേക്ക് പെട്ടെന്ന് നയിക്കുവാനുള്ള പ്രകോപനം എന്തായിരുന്നുവെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താനായിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരമനുസരിച്ച് 3 പേരുടെയും ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം. ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ നിലയിലായിരുന്നു. ജിസ്മോളുടെ നടുവിന് മുകളിലായി മുറിവേറ്റിട്ടുണ്ട്. ഇത് ആറ്റിൽ ചാടിയപ്പോൾ സംഭവിച്ചതാണോ അതോ അതിനു മുമ്പ് വീട്ടിൽ വെച്ച് സംഭവിച്ചതാണോ എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മക്കൾ 2 പേരുടെയും ശരീരത്തിൽ അണുനാശിനിയുടെ അംശം കണ്ടെത്തി. ആറ്റിൽ ചാടുന്നതിന് മുമ്പ് ജിസ്മോൾ മക്കൾക്ക് വിഷം നൽകിയിരുന്നുവെന്ന് നേരത്തെ തന്നെ പോലീസിന് വിവരമുണ്ടായിരുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വീട്ടിൽ വെച്ച് മക്കൾക്ക് വിഷം കൊടുത്തും സ്വന്തം കൈഞ്ഞരമ്പ് മുറിച്ചും ജിസ്മോൾ ആത്മഹത്യയ്ക്ക് ആദ്യം ശ്രമിച്ചിരുന്നു. രാവിലെ നീറിക്കാടുള്ള വീട്ടിൽ വെച്ച് ജിസ്മോൾ കയ്യിലെ ഞരമ്പ് മുറിച്ചു. മക്കൾക്ക് 2 പേർക്കും വിഷം നൽകി. തുടർന്ന് പതിനൊന്നരയോടെ സ്കൂട്ടറിൽ വീടിനടുത്തുള്ള പള്ളിക്കുന്ന് കടവിലേക്ക് പോയി. കടവിൽ വാഹനം വെച്ച ശേഷം മക്കളെയും കൂട്ടി വെള്ളത്തിലേക്ക് ചാടിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പുഴയുടെ തീരത്ത് ചൂണ്ടയിട്ടുകൊണ്ടിരുന്നവരാണ് ആദ്യം അമ്മയെയും മക്കളെയും കണ്ടത്. ഞാൻ കടവിൽ പൊങ്ങി വരുന്ന കണ്ടു. ഒരു ചാക്കുട്ട് പോലെ പൊങ്ങി വരുന്നു. നമുക്ക് ഒരിക്കലും ഓർമ്മയില്ലല്ലോ, അങ്ങനെ ഒരു പൊങ്ങി വരുന്ന ഓർമ്മയില്ലല്ലോ. ഞങ്ങൾ 1 മണി 1:30 ഞാൻ ചൂണ്ടാൻ വേണ്ടി പോകാൻ നിൽക്കുമ്പോഴാണ് ഈ പൊങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പില്ലായിരുന്നു, ബോഡിയാണെന്ന് ഉറപ്പേ നമുക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ പോയി കണ്ടിട്ടും നമ്മൾ പറയുന്നില്ല, ബോഡിയാണെന്ന് പറയുന്നില്ല. ഇങ്ങനെ കമന്ന് കിടക്കുക.
ഈ പെണ്ണുമ്പിളയെ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വളർത്തക്കാർ വന്ന് നമ്മുടെ എൻ്റെ മരുവൻ സഹിതം വന്ന് പൊക്കിയെടുത്ത് ആ പെണ്ണുമ്പ അറിയുന്നത് അത് കഴിഞ്ഞ് കൊച്ചു പൊങ്ങുന്നത് കുട്ടി ആവുന്ന ഈ മുങ്ങിയെടുത്തിന് കുട്ടി പൊങ്ങി 2 മണി 2-2:30 കാണും അതുകൂടായില്ല 1-2 അതുകൂടായില്ല ഞാൻ ചൂണ്ടയുടെ പരിപാടിയാണ് സ്ഥിരം ചൂണ്ടിടുന്ന പരിപാടി എനിക്ക് കരുതുന്നു ചൂണ്ടക്കാർ പറയുന്നു ആണ്ട് ഒരു പെണ്ണുമ്പിള വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു സ്കൂട്ടറെ പുറകെ പോവുക പുറകെ പോയി ഞാൻ പറഞ്ഞു പുളിക്ക പോകുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് അവിടെയാണ് ഈ ബോഡി അടിയുന്നത് ഒരു ചപ്പൽ അടിഞ്ഞ് നടക്കുക അവിടെ ഞാൻ പോലീസുകാരെ വിളിക്കുന്നത് 100 വിളിച്ചു വളർച്ച വലിച്ചുകൊണ്ട് എടുത്തല്ല വളർച്ച കയറ്റിയില്ല വലിച്ചുകൊണ്ട് പോകുമായിരുന്നു ഇപ്പം തളയെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ കൊച്ചു പൊങ്ങുന്നത് ഒരു കുഞ്ഞു വെച്ച് പാവ പോലെ പൊങ്ങി വരുന്നുണ്ട് അങ്ങനെ എടുക്കുന്നത്. നാട്ടുകാരും പോലീസും ചേർന്ന് 3 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. ഭർത്താവ് ജിമ്മിയും മാതാപിതാക്കളുമാണ് ജിസ്മോൾക്കൊപ്പം വീട്ടിൽ ഉണ്ടായിരുന്നത്. ക്യാൻസർ രോഗിയായ ജിമ്മിയുടെ അമ്മയുടെ ചികിത്സയ്ക്കായി വീട്ടിലുള്ളവർ ആശുപത്രിയിലേക്ക് പോയപ്പോഴായിരുന്നു ഈ ദാരുണ സംഭവം ഉണ്ടായത്. അയർക്കുന്നം പോലീസ് വീട്ടിലെത്തി ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പ്രാഥമിക വിവരം ശേഖരിച്ചിട്ടുണ്ട്. ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 3 മൃതദേഹങ്ങളും പാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. സംസ്കാരം പിന്നീട് നടക്കും. കോട്ടയം RDOയുടെ നേതൃത്വത്തിൽ വിശദമായ ഇൻക്വസ്റ്റിന് ശേഷമാണ് ജിസ്മോളുടെയും മക്കളായ നേഹയുടെയും നോറയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. 4.5 മണിക്കൂറോളം നീണ്ടു നിന്നതായിരുന്നു നടപടിക്രമങ്ങൾ. പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരമനുസരിച്ച് 3 പേരുടെയും ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം. മരിച്ച നീറിക്കാട് സ്വദേശി ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയോടും ചില ബന്ധുക്കളോടും പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഇവർക്കെതിരെ ജിസ്മോളുടെ കുടുംബക്കാർ ഇതുവരെ രേഖാമൂലം പരാതിയൊന്നും കൊടുത്തിട്ടില്ല. കടുത്ത ഗാർഹിക പീഡനം മൂലമാണ് ജിസ്മോളും മക്കളും ജീവനൊടുക്കിയത് എന്നാണ് ബന്ധുക്കളുടെ ഭാഷ്യം. ഏറ്റുമാനൂർ SHO അൻസൽ അബ്ദുൾ ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. കഴിഞ്ഞ മാസം ഏറ്റുമാനൂരിൽ ഷൈനിയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത കേസും അൻസലാണ് അന്വേഷിക്കുന്നത്. ജ്ഞാനായ കത്തോലിക്ക സഭാംഗങ്ങളാണ് ജിസ്മോളും കുടുംബവും. ഏറ്റുമാനൂരിൽ ജീവനൊടുക്കിയ ഷൈനിയും ജ്ഞാനായ കത്തോലിക്ക സഭാംഗങ്ങൾ ആയിരുന്നു. ജിസ്മോളുടെ വീട്ടുകാരുടെ പരാതി ലഭിച്ചാൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും ഗാർഹിക പീഡനത്തിനുമടക്കം ജിമ്മിക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ കേസെടുക്കുവാൻ സാധ്യതയുണ്ട്. ശുദ്ധരക്തമാണോ ജ്ഞാനായ സുനായയാണോ എന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് ആദ്യം അവനൊരു ആണാണോ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പുണ്ടിയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ പെൺമക്കളെ നിങ്ങൾ കെട്ടിച്ചു നൽകാവൂ. വെറും കിണയാണെങ്കിൽ ശുദ്ധരക്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.